ഈക്വൽ കോഡ്സ് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. സെൻറ്ററിലേക്ക് അടുക്കും തോറും കോഡ്സിൻ്റെ ലെങ്ത്ത് കൂടും. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡായിരിക്കും ഏറ്റവും വലിയ കോഡ്. അതായത് ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡിനൊക്കെ ഒരേ ലെങ്ത് ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാം. Prove that chords at same distance from center are of equal length. അതായത് സർക്കിളിലെ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡ്സൊക്കെ ഒരേ ലെങ്ത് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു സർക്കിളിലെ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡ്സ് വരയ്ക്കാം. ഈ രണ്ട് കോഡ്സും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോഡ്സിൻ്റെ ഒരു എൻഡിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ABCDE മാർക്ക് ചെയ്യാം. ഇവിടെ ട്രയാങ്കിൾ AEO ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ AEO 90 ഡിഗ്രിയാണ്. അതേപോലെ ട്രയാങ്കിൾ CFOയും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം അതിലെ ഒരു ആംഗിൾ CFO 90 ഡിഗ്രിയാണ്. സോ ഈ രണ്ട് ട്രയാങ്കിളിലും, അതായത് ട്രയാങ്കിൾ AEOയിലും ട്രയാങ്കിൾ CFOയിലും നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ AEOയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതിനെ നമുക്ക് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ എന്നെഴുതാം. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സിനെയാണ് ബേസ് എന്നും ഹൈറ്റ് എന്നും വിളിക്കുന്നത്. സോ ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സായ AE ബേസ് എന്നും അതേപോലെ OE ഹൈറ്റ് എന്നും ഞാൻ എടുത്തു. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് OA ആണ്. സോ AE സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് OE സ്ക്വയർ. ഇനി നമുക്ക് ട്രയാങ്കിൾ CFOയിലും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. ദാറ്റ് ഈസ് CF സ്ക്വയർ ഈസ് ഈക്വൽ ടു OC സ്ക്വയർ മൈനസ് OF സ്ക്വയർ. ഇവിടെ OCക്ക് പകരം OA എന്ന് കൊടുക്കാം. കാരണം OCയും OAയും ഈക്വലാണ്. കാരണം അവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അതേപോലെ OFന് പകരം OE എന്ന് കൊടുക്കാം. കാരണം OFും OEയും ഈക്വലാണ്. കാരണം OFും OEയും സെൻറ്ററിൽ നിന്നും കോഡ്സിലേക്കുള്ള ഡിസ്റ്റൻസാണ്. സെൻറ്ററിൽ നിന്നും കോഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CF സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് OE സ്ക്വയർ എന്നെഴുതാം. പക്ഷേ OA സ്ക്വയർ മൈനസ് OE സ്ക്വയർ എന്ന് പറയുന്നത് AE സ്ക്വയർ ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്കിവിടെ CF സ്ക്വയർ ഈസ് ഈക്വൽ ടു AE സ്ക്വയർ എന്നെഴുതാം. ദാറ്റ് ഈസ് CF ഈസ് ഈക്വൽ ടു AE. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ച ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. സോ ഇവിടെ സെൻറ്ററിൽ നിന്നും കോഡ് ABയിലേക്ക് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലറാണ് OE. സോ OE ബൈസെക്ട് AB. അതായത് AE ഈസ് ഈക്വൽ ടു ഹാഫ് AB എന്നെഴുതാം. അതേപോലെ സെൻറ്ററിൽ നിന്നും കോഡ് CDയിലേക്ക് വരച്ച പെർപെൻഡിക്കുലറാണ് OF. സോ OF ബൈസെക്ട് CD. അതായത് CF ഈസ് ഈക്വൽ ടു ഹാഫ് CD എന്നെഴുതാം. സോ നമുക്ക് CFന് പകരം ഹാഫ് CD എന്നെഴുതാം. അതേപോലെ AEക്ക് പകരം ഹാഫ് AB എന്നെഴുതാം. ദാറ്റ് ഈസ് ഹാഫ് CD ഈസ് ഈക്വൽ ടു ഹാഫ് AB. റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുമുള്ള ഹാഫ് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് CD ഈസ് ഈക്വൽ ടു AB. CDയും ABയും എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡ്സാണ്. സോ വി ക്യാൻ സേ കോഡ്സ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അങ്ങനെ സെൻറ്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള കോഡ്സൊക്കെ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു സർക്കിളിലെ ഈക്വൽ ആയിട്ടുള്ള കോഡ്സിലേക്കൊക്കെ സെൻറ്ററിൽ നിന്നുമുള്ള ഡിസ്റ്റൻസൊക്കെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റർ ടു ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ. നമുക്ക് ഓരോ കോഡ്സിൻ്റെയും ഓരോ എൻഡ്സ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് ABCDE മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ APO ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ APO 90 ഡിഗ്രിയാണ്.
അതേപോലെ ട്രയാങ്കിൾ സി ക്യു ഒയും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ സി ക്യു ഒ 90 ഡിഗ്രിയാണ്. സോ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിലും നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ പി ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതിനെ നമുക്ക് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ എന്നെഴുതാം. ട്രയാങ്കിൾ എ പി ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എ പിയും ഒ പിയും. സോ ഇതിലെ ബേസ് ഒ പി എന്നെടുക്കാം, ഹൈറ്റ് എ പി എന്നും എടുക്കാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഒ എ എന്നെടുക്കാം. സോ ഒ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് എ പി സ്ക്വയർ. എ പിയെ നമുക്ക് ഹാഫ് എ ബി എന്നെഴുതാം, കാരണം നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദി കോഡ്. ഇവിടെ കോഡ് എ ബിയിലേക്ക് സെൻറ്ററിൽ നിന്നും വരച്ച പെർപെൻഡിക്കുലർ ആണ് ഒ പി. സോ ഒ പി ബൈസെക്ട് എ ബി. സോ നമുക്ക് എ പി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്നെഴുതാം. സോ ഒ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് ഹാഫ് എ ബി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ട്രയാങ്കിൾ സി ക്യു ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. ട്രയാങ്കിൾ സി ക്യു ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് ഒ ക്യുവും സി ക്യുവും. സോ നമുക്ക് ബേസ് ഒ ക്യു എന്നെടുക്കാം, ഹൈറ്റ് സി ക്യു എന്ന് എടുക്കാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ഒ സി എന്നും എടുക്കാം. സോ ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ മൈനസ് സി ക്യു സ്ക്വയർ. ഇവിടെ സി ക്യുവിന് പകരം നമുക്ക് ഹാഫ് സി ഡി എന്ന് എഴുതാം, കാരണം സി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി. കാരണം നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ഇവിടെ കോഡ് സി ഡിയിലേക്ക് സെൻറ്ററിൽ നിന്നും വരച്ച പെർപെൻഡിക്കുലറാണ് ഒ ക്യു. സോ ഒ ക്യു ബൈസെക്ട് സി ഡി. ദാറ്റ് മീൻസ് സി ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡി. സോ ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ മൈനസ് ഹാഫ് സി ഡി ഹോൾ സ്ക്വയർ. ഇവിടെ ഒ സിക്ക് പകരം ഒ എ എന്ന് കൊടുക്കാം, കാരണം ഒ സിയും ഒ എയും ഈക്വലാണ്, കാരണം അവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. അതേപോലെ സി ഡിക്ക് പകരം എ ബി എന്നും കൊടുക്കാം, കാരണം എ ബിയും സി ഡിയും ഈക്വൽ കോഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ മൈനസ് ഹാഫ് എ ബി ഹോൾ സ്ക്വയർ. ഒ എ സ്ക്വയർ മൈനസ് ഹാഫ് എ ബി ഹോൾ സ്ക്വയർ ഒ പി സ്ക്വയർ ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ ഒ ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ. ദാറ്റ് ഈസ് ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ പി. ഹെൻസ് വി പ്രൂവ്ഡ് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റർ ടു ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ. ഇനി നമുക്ക് മറ്റൊരു പ്രൂഫ് നോക്കാം. പ്രൂവ് ദാറ്റ് ആംഗിൾ മെയ്ഡ് ബൈ ഇൻ്റർസെക്റ്റിംഗ് ടു ഈക്വൽ കോഡ്സ് അറ്റ് പോയിൻറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഈസ് ബൈസെക്റ്റഡ് ബൈ ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിൻറ്റ്. അതായത് രണ്ട് ഈക്വൽ കോഡ്സ് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിനെ ആ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ ബൈസെക്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്നും രണ്ട് കോഡ്സിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം, എന്നിട്ട് എ ബി സി ഡി ഇ മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ പി ക്യു ഒ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ പി ക്യു ഒ 90 ഡിഗ്രിയാണ്. അതേപോലെ ട്രയാങ്കിൾ പി ആർ ഒയും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്, കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ പി ആർ ഒ 90 ഡിഗ്രിയാണ്. സോ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിലും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ പി ക്യു ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതിനെ നമുക്ക് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ എന്നെഴുതാം. ട്രയാങ്കിൾ പി ക്യു ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് ഒ ക്യുവും പി ക്യുവും. സോ നമുക്ക് ഒ ക്യു ഹൈറ്റ് എന്നും പി ക്യു ബേസ് എന്നും എടുക്കാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ ഒ പി ഈസ് ഹൈപ്പോട്ടന്യൂസ്. സോ നമുക്ക് പി ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ എന്നെഴുതാം. ഇനി നമുക്ക് ട്രയാങ്കിൾ പി ആർ ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. ട്രയാങ്കിൾ പി ആർ ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് പി ആറും ഒ ആറും. സോ നമുക്ക് ബേസ് പി ആർ എടുക്കാം, ഹൈറ്റ് ഒ ആർ എന്നും എടുക്കാം.
ഇതിലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഒ പി ആണ്. സോ ഒ പി ആണ് ഹൈപ്പോട്ടന്യൂസ്. സോ പി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ ആർ സ്ക്വയർ എന്നെഴുതാം. ഇവിടെ ഒ ആറിന് പകരം ഒ ക്യു എന്നെഴുതാം. കാരണം ഒ ആറും ഒ ക്യുയും ഈക്വലാണ്. കാരണം നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റർ ടു ഈക്വൽ കോഡ്സ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഇവിടെ രണ്ട് ഈക്വൽ കോഡ്സാണ് എ ബിയും സി ഡിയും. സോ സെൻട്രൽ നിന്നും ഈ രണ്ട് ഈക്വൽ കോഡ്സിലേക്കുമുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. സോ പി ആർ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഒ പി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ എന്നെഴുതാം. പക്ഷേ ഒ പി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് പി ക്യു സ്ക്വയർ ആണ്. സോ പി ആർ സ്ക്വയർ ഈസ് ഇക്വൽ ടു പി ക്യു സ്ക്വയർ. ദാറ്റ് ഈസ് പി ആർ ഈസ് ഇക്വൽ ടു പി ക്യു. സോ ട്രയാങ്കിൾ പി ക്യു ഒയിലെ പി ക്യു ട്രയാങ്കിൾ പി ആർ ഒയിലെ പി ആറും ഈക്വലാണ്. കാരണം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു പി ആർ ഈസ് ഇക്വൽ ടു പി ക്യു. അതേപോലെ ട്രയാങ്കിൾ പി ക്യു ഒയിലെ ഒ പിയും ട്രയാങ്കിൾ പി ആർ ഒയിലെ ഒ പിയും ഈക്വലാണ്. കാരണം ഒ പി ഈ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡാണ്. അതേപോലെ ട്രയാങ്കിൾ പി ക്യു ഒയിലെ ഒ ക്യുവും ട്രയാങ്കിൾ പി ആർ ഒയിലെ ഒ ആറും ഈക്വലാണ്. കാരണം ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റർ ടു ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഈക്വൽ കോഡ്സായ എ ബിയിലേക്കും സി ഡിയിലേക്കും സെൻട്രൽ നിന്നും വരച്ച പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ആണ് ഒ ആറും ഒ ക്യുവും. സോ ഒ ആർ ഈസ് ഈക്വൽ ടു ഒ ക്യു. So all sides of triangle PQO are equal to all sides of triangle PRO. So triangle PQO and triangle PRO are equal triangles. നമുക്കറിയാം in equal triangles angles opposite to equal sides are equal. ഇവിടെ ഒ ക്യുവും ഒ ആറും ഈക്വൽ ആണ്. സോ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ക്യു ഈസ് ഇക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ആർ. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ക്യു ആംഗിൾ ഒ പി ക്യു ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഒ ആർ ആംഗിൾ ഒ പി ആർ ആണ്. സോ ആംഗിൾ ഒ പി ക്യു ഈസ് ഇക്വൽ ടു ആംഗിൾ ഒ പി ആർ. സോ വി ക്യാൻ സേ ഒ പി ബൈസെക്ട്സ് ആംഗിൾ ക്യു പി ആർ. ദാറ്റ് ഈസ് diameter bisect angle between chords. Hence we proved angle made by intersecting two equal chords at a point outside the circle is bisected by diameter through that point. അങ്ങനെ നമ്മൾ രണ്ട് ഈക്വൽ കോഡ്സ് സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിനെ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് രണ്ട് ഈക്വൽ കോഡ്സ് സർക്കിളിന് അകത്തെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിനെ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. Prove that angle made by intersecting two equal chords at a point inside the circle is bisected by diameter through that point. അതായത് രണ്ട് ഈക്വൽ കോഡ്സ് സർക്കിളിനകത്തെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളിനെ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്റർ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി രണ്ട് ഈക്വൽ കോഡ്സിലേക്കും സെൻട്രൽ നിന്നും രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. എന്നിട്ട് എ ബി സി ഡി ഇ മാർക്ക് ചെയ്യാം. ട്രയാങ്കിൾ പി ക്യു ഒ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ പി ക്യു ഒ 90 ഡിഗ്രിയാണ്. അതേപോലെ ട്രയാങ്കിൾ പി ഒ റോയും ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം അതിലെ ഒരു ആംഗിളായ ആംഗിൾ പി ആർ ഒ 90 ഡിഗ്രിയാണ്. സോ നമുക്ക് ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിലും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ട്രയാങ്കിൾ പി ക്യു ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. That is hypotenuse square is equal to base square plus height square. ഇതിനെ നമുക്ക് base square is equal to hypotenuse square minus height square എന്ന് എഴുതാം. ട്രയാങ്കിൾ പി ക്യു ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് പി ക്യുവും ഒ ക്യുവും. സോ നമുക്ക് ബേസ് പി ക്യു എന്നെടുക്കാം, ഹൈറ്റ് ഒ ക്യു എന്നെടുക്കാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ നമുക്കത് ഒ പി എടുക്കാം. ദാറ്റ് ഈസ് പി ക്യു സ്ക്വയർ is equal to ഒ പി സ്ക്വയർ മൈനസ് ഒ ക്യു സ്ക്വയർ. ഇനി നമുക്ക് ട്രയാങ്കിൾ പി ആർ ഒയിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ is equal to ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഹൈറ്റ് സ്ക്വയർ. ട്രയാങ്കിൾ പി ആർ ഒയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് പി ആറും ഒ ആറും. സോ നമുക്ക് ബേസ് പി ആർ എന്നെടുക്കാം, ഹൈറ്റ് ഒ ആർ എന്നും എടുക്കാം. 90 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ അത് ഒ പി എന്നെടുക്കാം. Therefore, PR square is equal to
OP സ്ക്വയർ മൈനസ് OR സ്ക്വയർ. ഇവിടെ നമുക്ക് ORന് പകരം OQ എന്ന് എഴുതാം. കാരണം ORും OQവും ഈക്വലാണ്. കാരണം നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റാണ് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റേഴ്സ് ടു ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ. അതായത് ഇവിടെ ഈക്വൽ കോഡ്സായ AB-യിലേക്കും CD-യിലേക്കും സെൻറ്ററിൽ നിന്നും വരച്ച ഡിസ്റ്റൻസസ് ആണ് OQവും ORും. സോ OR ഈസ് ഈക്വൽ ടു OQ. സോ PR സ്ക്വയർ ഈസ് ഈക്വൽ ടു OP സ്ക്വയർ മൈനസ് OQ സ്ക്വയർ എന്നെഴുതാം. OP സ്ക്വയർ മൈനസ് OQ സ്ക്വയർ എന്ന് പറയുന്നത് PQ സ്ക്വയർ ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ PR സ്ക്വയർ ഈസ് ഈക്വൽ ടു PQ സ്ക്വയർ. ദാറ്റ് ഈസ് PR ഈസ് ഈക്വൽ ടു PQ. അങ്ങനെ ട്രയാങ്കിൾ PROയിലെ PRും ട്രയാങ്കിൾ PQOയിലെ PQവും ഈക്വലാണ്. അതേപോലെ ട്രയാങ്കിൾ PROയിലെ OPയും ട്രയാങ്കിൾ PQOയിലെ OPയും ഈക്വലാണ്. കാരണം OP ഈ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡാണ്. അതേപോലെ ട്രയാങ്കിൾ PROയിലെ ORും ട്രയാങ്കിൾ PQOയിലെ OQവും ഈക്വലാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, അതായത് ഡിസ്റ്റൻസസ് ഫ്രം സെൻറ്റേഴ്സ് ടു ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ. സോ ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PRO ഈസ് ഈക്വൽ ടു ഓൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQO. സോ ട്രയാങ്കിൾ PRO ആൻഡ് ട്രയാങ്കിൾ PQO ആർ ഈക്വൽ ട്രയാങ്കിൾസ്. നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ ORും OQവും ഈക്വലാണ്. സോ ആംഗിൾ ഓപ്പോസിറ്റ് ടു OR ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു OQ. ആംഗിൾ ഓപ്പോസിറ്റ് ടു OR ആംഗിൾ OPR ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് ടു OQ ആംഗിൾ OPQ ആണ്. സോ ആംഗിൾ OPR ഈസ് ഈക്വൽ ടു ആംഗിൾ OPQ. സോ വി ക്യാൻ സേ ST ബൈസെക്ട് ആംഗിൾ QPR. അതായത് ഡയമീറ്റർ ബൈസെക്ട് ആംഗിൾ ബിറ്റ്വീൻ ഈക്വൽ കോഡ്സ്. Hence we proved angle made by intersecting two equal chords at a point inside the circle is bisected by diameter through that point.